ഹൈ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 1.16 ആണ് കേട്ടോ. തൊട്ടുമ്പത്തേലും 1.14 ആണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1.15 ഉണ്ട്. അത് ഞാൻ ഇന്നലെ ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ ഒരു സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ചെറിയൊരു ഡയമെൻഷനിൽ ചെറിയൊരു മാറ്റമുള്ള ക്വസ്റ്റ്യനാണ്. സെയിം ഫോർമാറ്റാണ്. അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ 1.16 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷുവറിൽ നിങ്ങൾ ആ ലെവലിൽ പഠിച്ചാലേ +2 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ടഫ് വന്നു കഴിഞ്ഞാലും സ്കോർ ചെയ്യണോ ഷുവർ എൻട്രൻസ് NCERT എക്സസൈസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതും കിട്ടി എൻട്രൻസിൻ്റെ കോമ്പറ്റീവ് എക്സാമിൻ്റെ ബേസ് നിങ്ങൾക്ക് അടിപൊളിയാക്കിയാൽ സെറ്റാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? കെയർഫുൾ മെഷർമെൻറ്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫേസ് ഓഫ് എ black box indicates that the net outward flux through the surface of the box is 8 into 10⁻³ Newton meter square per coulomb. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ ബോക്സ്? നമുക്കത് ചെയ്തതിന് ശേഷം ബിയിലേക്ക് വരാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, ബി പാർട്ട് അവിടെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, അവിടെ ഫ്ലക്സ് തന്നിട്ടുണ്ട്, സംതിങ് 8 into 10³ എന്ന് പറയുന്നുണ്ട്. നെറ്റ് ചാർജ് കണ്ടുപിടിക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ബി പാർട്ട് എന്താണോ ആ കോൺസെപ്റ്റിലേക്ക് പോവാം. എങ്ങനെ നമ്മൾ എ ക്വസ്റ്റ്യൻ ചെയ്യുക? ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 5 = 8 into 10³ Newton meter square per coulomb എന്ന് തന്നിട്ടുണ്ട്. 8 ആണെന്നാണ് മനസ്സിലായി. 8 അല്ലേ? 80 അല്ലല്ലോ, 8 ആണെന്നാണ് ഞാൻ 8 വെച്ചിട്ടാണ് ചെയ്യുന്നത്. 8 തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. 8 into 10³ Newton meter square per coulomb. പിന്നെ അപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, തൊട്ടുമ്പത് വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഷുവർ നിങ്ങൾ കാണാം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അവർക്കും സപ്പോർട്ട് ചെയ്യുക, എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാരണം ഇങ്ങനത്തെ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമല്ലോ, എല്ലാം എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിച്ചിട്ട് നിങ്ങളെ വില കളയല്ല മക്കളെ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അതൊന്ന് ഓർമ്മിക്കണം. വോൾട്ട് മീറ്റർ എന്ന് ഞാൻ തൊട്ടുമ്പത്തെ വീഡിയോയിൽ പറയുന്നത് അത് ഓർമ്മിക്കുക. പ്രീവിയസ് മാച്ച് ദ ഫോളോയിങ്ങിൽ വന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക് വൈസ് വീഡിയോ വേണ്ട ഒരു ഷുവർലി, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വീഡിയോസ് വേണ്ട ഒരു പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് സെപ്പറേറ്റ്, അത് കണ്ടു നോക്കട്ടോ. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് തന്നെയാണെന്നുള്ള കാര്യം എൻ്റെ ഇടയിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കോൺസെപ്റ്റ് ഏതാണെന്നൊക്കെ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞിട്ടേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലക്സ് എന്നിട്ട് ചാർജ് ചോദിക്കുന്നുണ്ട്. ടോപ്പിക് ഏതാണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണല്ലേ. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ? ഇൻ ടേംസ് ഓഫ് ചാർജ് വരികയാണെങ്കിൽ φ ആരാണ്? Q/ε0. ഓക്കെ, ഫൈ നമ്മൾ ജനറൽ ഇക്വേഷൻ അറിയാം. നമ്മൾ ഗോസസ് ലോ പറയുന്നുണ്ട്. ക്ലോസ്ഡ് സർഫേസ് ഇൻറ്റഗ്രൽ ഇ വെക്റ്റർ ഡോട്ട് ആരാണ്? DS വെക്റ്റർ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് അവിടെയുണ്ട്. നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല. കാരണം ചാർജ് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പോഴങ്ങനെ ചിന്തിക്കുക, ചാർജ് റിലേറ്റഡ് ആണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ? അങ്ങനെയാണ് ഫ്ലക്സ് ഈക്വൽ എപ്പോഴും ഓർമ്മിക്കുക. Q/, ആരാണ്? ε0 ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അങ്ങനെയാണ് വേഗം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ വരണം. എന്തെല്ലോ പഠിച്ചിരിക്കുക, നമുക്ക് ചെറിയൊരു സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ ചെയ്യുന്ന പറയുന്നത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ആണ് ചാർജ് ആണോ? ഫ്ലക്സ് φ Q/ε0. അങ്ങനെയാണ് ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താ? ഒന്ന് റീഅറേഞ്ച് ചെയ്യടാ. φ ഇൻറ്റു ആരാണ്? φ ഇൻറ്റു ε0 ചെയ്യുക. ഫൈൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ടല്ലോ? ഫൈൻ്റെ വാല്യൂ എത്രയാണ്? 8 into 10³ ഫൈൻ്റെ വാല്യൂ എത്രയാണ്? 8 into 10³ എന്ന് കൊടുക്കാം. 10³ ഇൻറ്റു ε0ൻ്റെ വാല്യൂ എത്രയാണ്? 8.85 5 into 10⁻⁻12 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 8 into 10³ into 8.85 into 10⁻⁻12 ഒന്ന് ഫ്ലക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നതാണ് 8 into എന്നുള്ളത്. അതുപോലെ ε0ൻ്റെ വാല്യൂ 8.85 into 10⁻⁻12. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. കഴിഞ്ഞു. ബാക്കി നീ എത്രയാണോ ആൻസർ എന്നുള്ള സംതിങ് മൈക്രോ കൂളോം എന്നോ, മിക്ക മൈക്രോ കൂളോമിൽ പറയുന്ന കുറച്ചുകൂടി നല്ലത്. കാരണം -12 3 ഒക്കെ അല്ലേ. അപ്പോൾ ഏകദേശം മൈക്രോ കൂളോം അല്ലെങ്കിൽ നാനോ കൂളോം എന്നിവേ. അപ്പോൾ മൈക്രോ അല്ലെങ്കിൽ നാനോ ഏതായിക്കോട്ടെ, അല്ലെങ്കിൽ കൂളോമിലാണ് കൂളോമിൽ എത്രയാണോ ആൻസർ എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കഴിഞ്ഞാൽ. അപ്പോൾ കോൺസെപ്റ്റ് ഏതാണ്? ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ φ = Q/ε0 ആണ്. അത് നമ്മൾ Q = φ into ε0. അത്രയേ ഉള്ളൂ. എ പാർട്ട് ക്ലിയർ ആണല്ലോ. അപ്പോൾ കോൺസെപ്റ്റ് ഇലക്ട്രിക് ഫ്ലക്സ്, അതിൻ്റെ ഇക്വേഷൻ ഓർമ്മിക്കുക. ചാർജ് വരുമ്പോൾ ഇത് വെച്ചിട്ട് കളിച്ചോളുക. ഓക്കെ, നമുക്ക് ബി പാർട്ട് എന്താണെന്ന് നോക്കിയാലോ. If the net outward flux through the surface of the box were 0, could you conclude that there were no charges inside the box? Why or why not? അപ്പോൾ മക്കളത് എങ്ങനെയാണ് ചെയ്യാം? ഒന്നുമില്ലടാ. ഫ്ലക്സ് = ആരാണ്? Q/ε0. അപ്പോൾ ടോട്ടൽ ഫ്ലക്സിൻ്റെ വാല്യൂ 0 ആണെന്നാണ് പറയുന്നത്. ടോട്ടൽ ഫ്ലക്സിൻ്റെ വാല്യൂ അവിടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അവിടെ ചാർജ് ഇല്ല എന്നുള്ള കേസ് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല. കാരണം ഒരു ആ സർഫേസിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ടോട്ടൽ ചാർജ്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ +Q ഉണ്ട്,
മൈനസ് ക്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ചാർജ് നെറ്റ് ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? ക്യൂ നെറ്റ് എത്രയാണ്? ക്യൂ നെറ്റ് ഇസ് ഈക്വൽ ടു ആരാണ്? 0 അല്ലേ? കാരണം പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ എന്ന് പറയുമ്പോൾ ടോട്ടൽ ചാർജ് 0. അങ്ങനെ ടോട്ടൽ ചാർജ് 0 ആയതുകൊണ്ട് ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ ടോട്ടൽ ചാർജ് 0 ആയതുകൊണ്ട് ഫ്ലക്സ് 0 ആകും. ക്ലിയർ ആണോ? പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ട്, പക്ഷേ ടോട്ടൽ ചാർജ് എന്താണ്? 0. മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒന്നുമില്ലടാ, ക്ലിയർ ആയാലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കണേ. പ്ലസ് 3Q ഉണ്ടെന്ന് വിചാരിക്കും. പ്ലസ് 3Q ഉണ്ട്, മറ്റാൾ മൈനസ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ടോട്ടൽ ചാർജ് എത്രയാണ്? 2Q അല്ലേ? ക്ലിയർ ആണോ? പ്ലസ് 3Q പ്ലസ് മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ 3Q നിന്ന് ക്യൂ കുറയ്ക്കുക 2Q. അങ്ങനെയാണ് നൗ വാട്ട് വിൽ ബി ദ ഫ്ലക്സ്? ഫൈ ഈസ് ഈക്വൽ ടു ആരാ? 2Q ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ മൈനസ് ക്യൂവിന് വരെ മൈനസ് 3Q ആണെങ്കിലോ ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ് വിൽ ബി 0. 3Q മൈനസ് 3Q 0. അപ്പോൾ ടോട്ടൽ ചാർജ് 0, അതുകൊണ്ട് ഫ്ലക്സ് 0 ആകും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ട്. ക്ലിയർ ആണോ? അതിൻ്റെ ഉള്ളിൽ പ്ലസ് 3Q ഉണ്ട്, മൈനസ് 3Q ഉണ്ട്, പക്ഷേ ടോട്ടൽ ചാർജ് ഇല്ല, നെറ്റ് ചാർജ് ഇല്ല. അതുകൊണ്ടാണ് ഫ്ലക്സ് 0 ആവുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണ്? അതിൻ്റെ ഉള്ളിൽ ഫ്ലക്സ് 0 ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല, നോയാണ്. കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല, നെറ്റ് ചാർജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, സമ്മതിച്ചു. ഓക്കെ കേട്ടോ, നെറ്റ് ചാർജ് 0 ആയതുകൊണ്ടാണ് ഫ്ലക്സ് 0 ആവുന്നത്, അല്ലാതെ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഫ്ലക്സ് 0 ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലിയർ ആണോ? മേ ബി അങ്ങനെ ആയേക്കാം, പക്ഷേ ചാർജ് ഉണ്ടെങ്കിൽ പോലും അവിടെ എന്താകും? ഫ്ലക്സ് 0 ആകും. പക്ഷേ ആ ചാർജ് എന്തായിരിക്കും? അല്ലെങ്കിൽ ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ എന്തായി പോയിട്ടുണ്ടാവും മക്കളെ? ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവണം? 0 ആയിട്ടുണ്ടാവണം. ക്ലിയർ ആണോ? അതുകൊണ്ട് എപ്പോഴും ചാർജ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഫ്ലക്സ് 0 എന്നുള്ള കേസ് പറയാൻ പറ്റില്ല. ഫ്ലക്സ് 0 ആവാൻ കാരണം എന്താണ്? ഇത്രയേ ഉള്ളൂ. ഫ്ലക്സ് 0 ആവാൻ കാരണം എന്താണ്? ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവണം? ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവണം മക്കളെ? 0 ആയിട്ടുണ്ടാകും. അത്രയേ ഉള്ളൂ. ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ 0 മീൻസ് അതിൻ്റെ ഉള്ളിൽ ചാർജുകൾ ഷുവർലി ഉണ്ടാകും. ഫ്ലക്സ് 0 ആണെങ്കിലും ചാർജ് ഉണ്ടാകും, പക്ഷെ എന്തുണ്ടാവില്ല? ടോട്ടൽ ചാർജ് ഉണ്ടാവില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 1.16 എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്തിൻ്റെ കോൺസെപ്റ്റാണ്, ഏതാ ടോപ്പിക്ക് വരുന്നത്? ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്ത് ഡൗട്ടാണെന്ന് ചോദിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കണം മക്കളെ. നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.